ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാസ് 2 അല്ലെങ്കിൽ നമ്മുടെ അസംബ്ലറിൻ്റെ 2 പാസ് അസംബ്ലറിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എങ്ങനെ വർക്ക് ഓൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പാസ് 1 നമുക്ക് എന്തൊക്കെ ഔട്ട്പുട്ട് കിട്ടി? പാസ് 1 നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ഫയൽ ഉണ്ടായിരുന്നു, ഒരു സിമ്പിൾ ടേബിൾ ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് എന്ത് കിട്ടി? പ്രോഗ്രാമിൻ്റെ ലെങ്ത് അല്ലേ, പ്രോഗ്രാം ലെങ്ത്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് പാസ് 1 നിന്ന് കിട്ടി. എലോങ് വിത്ത് ദാറ്റ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷണൽ കോഡ് ടേബിളിനെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന എല്ലാ ഓപ്പറേഷൻസും അല്ലെങ്കിൽ ഓപ്പ് കോഡ്സും കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഡേറ്റാസും കൊണ്ടാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്? പാസ് 2 നമ്മൾ പോകുന്നത്. അപ്പോൾ പാസ് 2 അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് കഴിയുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ആസ് എൻ ഔട്ട്പുട്ട് എന്തൊക്കെ കിട്ടും? അസംബ്ലി ലിസ്റ്റിങ്ങും കിട്ടും, പിന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് കോഡും കിട്ടും. അസംബ്ലി ലിസ്റ്റിങ്ങും കിട്ടും, ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്രോഗ്രാമും കിട്ടും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻപുട്ട് ഇതാണ്, പിന്നെ നമ്മുടെ പ്രോഗ്രാം ലെങ്ത് ഉണ്ട്, പിന്നെ നമ്മുടെ കയ്യിൽ ഓപ്പ് കോഡ് ടേബിളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കേ, ഈ പാസ് 1 മെയിൻ ഔട്ട്പുട്ടായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫയലും നമ്മളുടെ പാസ് 2 ഔട്ട്പുട്ടായിട്ടുള്ള അസംബ്ലി ലിസ്റ്റിംഗ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇവരെ രണ്ടുപേരെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഫസ്റ്റ് കോളം ഇവിടെ അങ്ങനെ തന്നെയുണ്ട്, സെക്കൻഡ് കോളം അങ്ങനെ തന്നെയുണ്ട്, തേർഡ് കോളം അങ്ങനെ തന്നെയുണ്ട്, ഫോർത്ത് കോളം അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ അലോങ് വിത്ത് ദാറ്റ് നമുക്കൊരു ന്യൂമറിക്കൽ പാറ്റേൺ അല്ലെ, ഒരു കോഡ് ഉണ്ടല്ലോ. സോ ഇതിനാണ് നമ്മൾ ഒബ്ജക്റ്റ് കോഡ് എന്ന് വിളിക്കുന്നത്. ഇതെന്തിൻ്റെ ഒബ്ജക്റ്റ് കോഡാണ്? നമ്മളുടെ ഇൻസ്ട്രക്ഷനെ പ്രോസസ്സ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ഒബ്ജക്റ്റ് കോഡാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഓപ്പ് കോഡ് ഓപ്പറാൻഡ് വാല്യൂസിൻ്റെ പ്രോസസ്സ് ചെയ്ത് അതിനുള്ള ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് പാസ് 2 അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ഈ ഓപ്പ് കോഡ് നമ്മൾ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫയൽ എടുത്തിരിക്കുന്നത്. അതിനെ പ്രോസസ്സ് ചെയ്യുന്നില്ല ഫസ്റ്റ് സ്റ്റേജിൽ അല്ലേ. സോ സെക്കൻഡ് സ്റ്റേജിലാണ് ഈ ഓപ്പ് കോഡിനെയും ഈ ഓപ്പറാൻഡിനെയും എന്തിനെയൊക്കെയാണ്? ഓപ്പ് കോഡിനെയും ഓപ്പറാൻഡിനെയും പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് പാസ് 2 അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? നമുക്കൊരു ന്യൂമറിക്കൽ പാറ്റേണാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഇവിടുത്തെ നോക്കിയാൽ ഫസ്റ്റ് കേസ് നോക്കുവാണെങ്കിൽ എന്താണ്? LDA. സെക്കൻഡ്, സോ നമ്മുടെ ഫസ്റ്റ് ഓപ്പ് കോഡ് നോക്കുകയാണെങ്കിൽ എന്താണ്? വാട്ട് ഇസ് ദാറ്റ്? LDA എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്ട്രക്ഷനാണ്, ഒരു ഓപ്പ് കോഡാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ഉണ്ട്, ദാറ്റ് ഇസ് 00. എനിക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഇൻഫർമേഷൻ? നമുക്ക് ഓൾറെഡി നമ്മുടെ ഓപ്പ് കോഡ് ടേബിളിൽ തന്നിട്ടുണ്ട് എന്താണ് LDA എന്താണെന്നും അതിൻ്റെ ഹെക്സാ കോഡും തന്നിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ അതെനിക്ക് യൂസ് ചെയ്യാം ഫോർ ക്രിയേറ്റിംഗ് ദിസ് ഒബ്ജക്റ്റ് കോഡ് ഫോർ ദിസ് ഓപ്പ് കോഡ് ഓപ്പറാൻഡ് പെയർ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ LDA 00 എടുത്തു. ഇനി എനിക്ക് വേണ്ട എന്താണ്? തൊട്ട് റൈറ്റിൽ കാണുന്ന ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ. ഓക്കെ, സോ ആൽഫ നമുക്ക് എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നതെന്ന് അറിയണം, ആൽഫയുടെ ലൊക്കേഷൻ. ഓക്കെ, സോ അപ്പോൾ നോക്കിക്കേ, ആൽഫ എന്നുള്ള വേരിയബിളിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ആക്ച്വലി എവിടെ ഇരിക്കുന്നുണ്ട്? 1009. എവിടെ നിന്ന് കിട്ടി എനിക്ക്? നമ്മളുടെ ഇൻപുട്ടായിട്ടുള്ള സിമ്പിൾ ടേബിളിൽ നിന്ന് കിട്ടി. എവിടെ നിന്ന് കിട്ടി? സിമ്പിൾ ടേബിളിലെ ഫസ്റ്റ് എൻട്രിയാണ് ആൽഫ എന്നുള്ള വേരിയബിൾ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തന്നു. അലോങ് വിത്ത് ഇറ്റ് ഇസ് അഡ്രസ് ഇൻഫർമേഷൻ. ആൽഫ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് നമുക്ക് പറഞ്ഞു തന്നു ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ആ സിമ്പിൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. നമുക്ക് തെറ്റിപ്പോകരുത്. ഈ ഇൻസ്ട്രക്ഷൻ്റെ ലെഫ്റ്റിലുള്ള അഡ്രസ്സിലേക്ക് നിങ്ങൾ പോകരുത്, അത് തെറ്റാട്ടോ. കാര്യം നമുക്ക് വേണ്ട എന്താണ്? ആൽഫ ആക്ച്വലി എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ആൽഫയുടെ ലൊക്കേഷനാണ് നമുക്ക് വേണ്ടത്. ആൽഫയുടെ ലൊക്കേഷൻ എവിടെ ഇരിപ്പുണ്ട്? സിമ്പിൾ ടേബിളിൽ നമ്മൾ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. സോ വി ക്യാൻ കളക്ട് ദ ഡേറ്റ ഫ്രം ദ സിമ്പിൾ ടേബിൾ. ഓക്കെ, സോ ആൽഫ 1009. അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഓപ്പറാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എന്തിലാണെന്ന് പറഞ്ഞു? ഈ ഓപ്പ് കോഡ് ഓപ്പറാൻഡ് പെയറിൻ്റെ വാല്യൂസിൻ്റെ ബേസിസിലാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സിൻടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിറ്റ് പാറ്റേൺ ജനറേറ്റ് ചെയ്യണം വിത്ത് ഓപ്പ് കോഡ് സൈസ് ഇസ് ഈക്വൽ ടു 8. ഓപ്പ് കോഡിൻ്റെ സൈസ് എത്രയായിരിക്കും? 8 ആയിരിക്കും. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ് മോഡിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ബിറ്റ് ഫ്ലാഗ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യണം നമ്മൾ എവിടെയാണോ നമ്മൾ ഈ ഓപ്പറാൻഡിനെ സേവ് ചെയ്തേക്കുന്ന അഡ്രസ്സ്. ആ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 15 ബിറ്റ് പാറ്റേൺ ആണ്. ഏതാണ്? 15 ബിറ്റ് പാറ്റേൺ. ഓക്കെ, സോ ഈ പാറ്റേൺസിൽ നിന്നാണ് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗിവൺ ഇൻസ്ട്രക്ഷനകത്ത് LDA എന്നുള്ളൊരു എന്താ കൊടുത്തേക്കുന്നത്? ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു ഓപ്പ് കോഡുണ്ട്. ആ ഓപ്പ് കോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാ വാല്യൂ എന്താണ്? 00. അതിന് നമുക്ക് 8 ബിറ്റിലോട്ട് മാറ്റണം. എന്താ ചെയ്യുക? ഒരു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ്സ്, നെക്സ്റ്റ് 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ്സ്. സോ 8 ബിറ്റ്സ് ആയല്ലോ. ഇതഗെയിൻ എക്സ് എന്നുള്ള ഫ്ലാഗ് സെറ്റ് ആവും എപ്പോഴാണ്? ഇഫ് യു ആർ യൂസിങ് എനി ഇൻഡെക്സ്ഡ് മോഡ് ഓഫ് അഡ്രസ്സിങ്. ഇവിടെ നമ്മൾ ഇൻഡെക്സ്ഡ് മോഡ് ഓഫ് അഡ്രസ്സിങ് വല്ലതും യൂസ് ചെയ്യുന്നത്? അല്ല. സോ എന്ത് ചെയ്തില്ല? എക്സ് ഇവിടെ സെറ്റ് ആവത്തില്ല. നമ്മുടെ ഇൻസ്ട്രക്ഷൻ നോക്ക്, LDA ആൽഫ, ഇൻഡെക്സ്ഡ് അല്ലല്ലോ. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അഡ്രസ് ഇൻഫർമേഷൻ. ഏത് അഡ്രസ്സാണ് വേണ്ടത്? ആൽഫയുടെ അഡ്രസ്സ്. ആൽഫയുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1009 ആണല്ലോ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 15 ബിറ്റ് പാറ്റേൺ ജനറേറ്റ് ചെയ്യണം. ഇവിടെ എത്ര ബിറ്റ്സ് ഉണ്ട്?
4 ബിറ്റ്സ് ഉണ്ട്. ആ 4 ബിറ്റ്സിനെ നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത്, ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ് പാറ്റേൺ എഴുതും അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ബിറ്റ്സ് വരും, 4 × 4 നമുക്ക് 16 ബിറ്റ്സ് വരും. ഓരോരുത്തർക്കും 4 എണ്ണം വീതം. സോ ഇൻ ടോട്ടൽ 4 × 4 16 വരും. നമുക്ക് വേണോ അത്രയും? നമുക്ക് എന്ത് വേണം, ഒരെണ്ണം ഡിസ്കാർഡ് ചെയ്യണം. എവിടുന്ന് ഡിസ്കാർഡ് ചെയ്യും? ലെഫ്റ്റ് മോസ്റ്റിൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യമേ 1ൻ്റെ ബിറ്റ് പാറ്റേൺ എഴുതാം. 0 0 0 1 ആണല്ലോ. നെക്സ്റ്റ് 0 കൊടുക്കാം. 1 2 3 4. അടുത്ത 0 കൊടുക്കാം. എന്താണ്? 1 2 3 4. അടുത്തത് എന്താ? 9 കൊടുക്കാം. 9 എന്താണ്? 1 0 0 1 ആണല്ലോ. ഇതാണ് അതിൻ്റെ ബിറ്റ് പാറ്റേൺ. നമുക്ക് എത്ര ബിറ്റ് മതി? 15 ബിറ്റ്സ് മതി. സോ നമുക്ക് 16ൽ നിന്ന് ഒരാളെ കട്ട് ചെയ്യാം. സോ നമുക്ക് ഇവിടെ എന്തില്ല? 0 ഇല്ല. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് ഒരു ബിറ്റ് പാറ്റേൺ ഇനി എടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ബിറ്റ് പാറ്റേൺ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 4 ബിറ്റ് കോമ്പിനേഷൻ എടുത്തിട്ട് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എഴുതും ആണല്ലോ. സോ അപ്പോൾ നമ്മൾ ആദ്യത്തെ 4 zeros വരുമ്പോഴേക്കും ഒരെണ്ണമായി, ഒബ്ജക്റ്റ് കോഡിൻ്റെ ഫസ്റ്റ് എൻട്രി ആയി, സെക്കൻഡ് എൻട്രി ആയി, അടുത്ത എന്താണ്? ഈ 4 ബിറ്റ്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ ബിറ്റ് ഇല്ല, നമ്മളതിന് ഡ്രോപ്പ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെയുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 0 0 1. സോ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? 4 zeros വരുമ്പോഴേക്കും 0. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? 4 zeros വരുമ്പോഴേക്കും 0. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? 9. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓപ്കോഡ് ഓപ്പറാൻഡ് പെയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്തു നമ്മൾ? ന്യൂമറിക്കൽ വാല്യൂ ജനറേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓപ്പറാൻഡ് കിട്ടി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുന്ന വാല്യൂ തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. LDA നമ്മൾ എന്ത് ചെയ്തു? ഓപ്കോഡ് ടേബിളിൽ പോയി നോക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 0 കിട്ടി. ആൽഫയുടെ അഡ്രസ്സ് പോയി നമ്മൾ സിമ്പിൾ ടേബിളിൽ നോക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 0 0 9 കിട്ടി. ഈ സെയിം വാല്യൂ തന്നെയല്ലേ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തപ്പോഴേക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ഇൻസ്ട്രക്ഷൻ്റെ ഓപ്കോഡ് ഓപ്പറാൻഡ് പെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് പോയി എടുത്ത് യൂസ് ചെയ്തുകൂടെ? അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇൻസ്ട്രക്ഷൻ നോക്കുന്ന സമയത്ത് വൺസ് അവിടെ ഒരു ഇൻഡെക്സ്ഡ് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു വന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു അറേ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആയിരുന്നു വന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് 0 മാറി എന്തായി മാറും? 1 ആയി മാറും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിറ്റ് പാറ്റേൺ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനകത്ത് എന്ത് ചെയ്യും? മാറ്റം വരും. ന്യൂമറിക്കൽ പാറ്റേണിന് മാറ്റം വരില്ലേ? അപ്പോൾ ഒരു നോർമൽ ഇൻസ്ട്രക്ഷനാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡെക്സ്ഡ് ആണെങ്കിൽ നമുക്ക് സിംപ്ലി നമ്മുടെ ഓപ്കോഡ് ഓപ്പറാൻഡ് പെയറിനെ നമ്മളങ്ങ് അറ്റാച്ച് ചെയ്ത് നമ്മളങ്ങ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് കോഡ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്തിൻ്റെ കിട്ടി? ഒബ്ജക്റ്റ് കോഡ് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് അസംബ്ലി ലിസ്റ്റിങ്ങിനകത്ത് നമ്മളപ്പോൾ എന്ത് കണ്ടു? ഒരു ഒബ്ജക്റ്റ് കോഡും കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോർമലി ഉള്ള ഇൻ്റർമീഡിയറ്റ് ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? അസംബ്ലി ലിസ്റ്റിങ് കിട്ടും ആണല്ലോ. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പാസ് 2ൽ ക്രിയേറ്റ് ആവുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് ക്രിയേറ്റ് ആവുന്നത്? ഒബ്ജക്റ്റ് ഫയൽ. അപ്പോൾ ഒബ്ജക്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഒബ്ജക്റ്റ് ഫയലിനകത്ത് എന്തുണ്ട്? നമ്മുടെ ഒബ്ജക്റ്റ് കോഡുകളുണ്ട്. ഒബ്ജക്റ്റ് കോഡിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കുറച്ച് റെക്കോർഡ്സ് ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റ് കോഡിനകത്തുള്ള ഫസ്റ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡർ ഇൻഫർമേഷൻ. എന്താണുള്ളത്? ഹെഡർ ഇൻഫർമേഷൻ. ഓക്കെ, സോ ഹെഡർ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇവിടുത്തെ നമ്മളുടെ ഹെഡറിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം? നമ്മളുടെ പ്രോഗ്രാം എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡർ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാണ്? Hലാണ്. അങ്ങനെ തന്നെയല്ലേ തുടങ്ങിയിരിക്കുന്നത്. ദെൻ പ്രോഗ്രാമിൻ്റെ പേര്, ലേബൽ. ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ പേര് എന്താ? നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഇൻപുട്ട്. പാസ്വേഡിൻ്റെ ഔട്ട്പുട്ടാണ്. ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് ഫയലാണ് നമ്മുടെ ഇൻപുട്ട്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അസംബ്ലി ലിസ്റ്റിംഗ് ഒക്കെ ഇനി ഉണ്ടാവത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ഇവിടുന്ന് കിട്ടി. സോ അതെന്ത് ചെയ്തു? നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തു ആണല്ലോ. പിന്നെ നെക്സ്റ്റ് വേണ്ട എന്താണ്? സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ പ്രോഗ്രാം. സോ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇൻ്റർമീഡിയറ്റ് ഫയൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്? 100ൽ നിന്ന്. അഡ്രസ് ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര ബിറ്റ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്? 6 ബിറ്റ് വേണം. ഇപ്പോൾ 4 എണ്ണയല്ലേ ഉള്ളൂ. അപ്പോൾ 6 ബിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് 2 zeros കൂടെ അറ്റാച്ച് ചെയ്യണം. ആ 2 zeros ഞാൻ അറ്റാച്ച് ചെയ്തു. എവിടെ കൊടുത്തു? ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ എന്താണ്? സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ പ്ലേസ് ചെയ്തു ആണല്ലോ. ഇനി നമുക്ക് വേണ്ട എന്താണ്? സൈസ് ഇൻഫർമേഷൻ. ഇവിടെ എന്താണ്? പ്രോഗ്രാമിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ സൈസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം ആണല്ലോ. ഈ ലെങ്ത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം എന്ന്. ഓക്കെ, അതെന്താണ്? 0012 ആണ്. 0012 വരുന്നു. അത് നമുക്ക് എന്ത് ചെയ്യണം? 6 ബിറ്റിൽ വേണം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 zeros അറ്റാച്ച് ചെയ്ത് കൊടുത്തു. സോ എന്താണ്? 4 zeros 1 1 2 ആണ് നമ്മുടെ ഫസ്റ്റിലത്തെ ഹെഡർ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഹെഡർ റെക്കോർഡ് ഓക്കെ ആണോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് റെക്കോർഡ് ഫോമുലേറ്റ് ചെയ്യണം. സോ ഹെഡർ റെക്കോർഡ് ഫോമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫസ്റ്റ് ലൈൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കോപ്പി എടുത്ത് എവിടെ എഴുതും? നമ്മുടെ അസംബ്ലി ലിസ്റ്റിങ്ങിലേക്ക് നമ്മൾ കോപ്പി എടുത്ത് കൊടുക്കും. കുഴപ്പമില്ലല്ലോ, അതവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ലൈൻ മാത്രം ഇവിടെ ജനറേറ്റ് ആയി. ഇനി നമ്മൾ രണ്ടാമത്തെ ലൈനിലേക്ക് നോക്കും. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ഓപ്കോഡ് ഓപ്പറാൻഡ് പെയർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഓപ്കോഡും ഓപ്പറാൻഡും വാലിഡ് ആണെന്ന് നോക്കും. സോ ഓപ്കോഡ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടും? ഓപ്റ്റേബിളിൽ പോയി നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാ കോഡ് കണ്ടുപിടിക്കുക. ആ ഹെക്സാ കോഡ് എടുത്ത് എഴുതി. എന്തായിരുന്നു അത്? 00. ദെൻ നമ്മുടെ സിമ്പിൾ പോയി നോക്കുക. സിമ്പിൾ ടേബിളിൽ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1009 ആണല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇൻസ്ട്രക്ഷനുള്ള ഇൻഫർമേഷൻ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ എവിടെയായിരിക്കും വരിക?
ടെക്സ്റ്റ് റെക്കോർഡിൽ. എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? ടെക്സ്റ്റ് റെക്കോർഡിൽ. ടെക്സ്റ്റ് റെക്കോർഡിലാണ് നമ്മൾ ശരിക്കും ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ആണല്ലോ. അപ്പോൾ ടെക്സ്റ്റ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കും? ടിയിലായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയണം. സോ നോക്കിക്കേ, നമ്മുടെ ഇൻസ്ട്രക്ഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 100യിൽ നിന്ന്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 100 ആണല്ലോ. എന്നിട്ട് എത്ര ബിറ്റ് ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടത്? അഡ്രസ്സ് വരുന്ന സമയത്ത് 6 ബിറ്റ്. സോ 2 zeros ഇങ്ങനെ അറ്റാച്ച് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? 00100 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞു കൊടുക്കണം. ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് നമ്മൾ എത്ര ഇൻസ്ട്രക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് പറഞ്ഞാൽ മതി. എത്ര സൈസിൽ. ശരിക്കും പറഞ്ഞാൽ അതൊരു ഹെക്സാ പാറ്റേണിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്മൾ ഇങ്ങനെ മാത്രം കൊടുത്തിരുന്നാൽ മതി. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഞാനിപ്പോൾ ഇവിടെ 9 കൊടുക്കുകയാണെങ്കിൽ 9ന് ശേഷം എനിക്ക് എത്ര ബിറ്റ് പൊസിഷൻസ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന, എത്ര ബിറ്റ് പൊസിഷൻസ് ഫില്ല് ചെയ്യും അതിൻ്റെ ഡബിൾ ആയിരിക്കും. ഇപ്പോൾ 9 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര ബിറ്റ് പൊസിഷൻ ഫില്ല് ചെയ്യാൻ പറ്റും? 8 ബിറ്റ് പൊസിഷൻ ഫില്ല് ചെയ്യാൻ പറ്റും. അതൊരു ഒരു ഹെക്സാ വാല്യൂ ആയിരിക്കാം, ബൈനറി വാല്യൂ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നത്? 18 ബിറ്റ് പൊസിഷൻസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെ പഠിച്ചേക്കണേ. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്, ഞാനത് പറയുന്നില്ല, അത് കൺഫ്യൂസ്ഡ് ആവും. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കുന്നത് ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ സൈസ് ഇപ്പോൾ ഞാൻ 4 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര ബിറ്റ് പൊസിഷൻ കിട്ടും? റൈറ്റിലോട്ട് 8 ബിറ്റ് പൊസിഷനെ എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. സിംപ്ലി ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടിയിലാണ്. അതിനുശേഷം എന്ത് കൊടുക്കുക? നമ്മുടെ ബിഗിനിങ്, ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ബിഗിനിങ് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എത്ര ബിറ്റ്സിനെയാണ് നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ബിറ്റ്സിൻ്റെ സൈസ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഒബ്ജക്റ്റ് കോഡ്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? LDA ആൽഫ. LDAയുടെ കോഡ് എന്താണ്? 00. ആൽഫയുടെ കോഡ് എന്താണ്? അഡ്രസ് ഇൻഫർമേഷൻ 1009. സോ ദിസ് ഈസ് ദ ഒബ്ജക്റ്റ് കോഡ് ഫോർ ദിസ് എന്താണ്? ഓപ്പ് കോഡ് ഓപ്പറാൻഡ് പെയർ. അപ്പോൾ എന്ത് ചെയ്തു? അത് നമ്മൾ എഴുതി. ഓക്കെ, സോ ഇത് സെറ്റായി. സോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റായി കഴിഞ്ഞാൽ വി ക്യാൻ കോപ്പി ദ കറസ്പോണ്ടിങ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു ദിസ് അസംബ്ലി ലിസ്റ്റിംഗ്. സോ അസംബ്ലി ലിസ്റ്റിംഗിൽ നമ്മൾ എവിടെ നിന്നാണ് കോപ്പി ചെയ്യുന്നത്? നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് ഫയലിൽ നിന്ന്. സോ ഇൻ്റർമീഡിയറ്റ് ഫയലിൽ പോയി നോക്കും. അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എന്ത് ചെയ്യും? അതേപോലെ ഇവിടെ കോപ്പി ചെയ്തുകൊണ്ട് വരും. എലോങ് വിത്ത് നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് കോഡ് ഇല്ലേ, ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് കോഡ് ഇല്ലേ, ആ കറസ്പോണ്ടിങ് ഇൻസ്ട്രക്ഷൻ്റെ ഒബ്ജക്റ്റ് കോഡ് മാത്രം എടുക്കുക. ദാറ്റ് ഈസ് 001 009. അത് മാത്രം എടുത്ത് അവിടെ ഇൻക്ലൂഡ് ചെയ്യുക, അസംബ്ലി ലിസ്റ്റിംഗിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. സോ നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസംബ്ലി ലിസ്റ്റിംഗ് ഇപ്പോൾ സെറ്റായി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനെ പോയി നോക്കാം. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ കണ്ട ഇൻസ്ട്രക്ഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. കിട്ടിയിരിക്കുന്ന ഓപ്പറാൻഡ് എന്താണ്? ബീറ്റ. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ്റെ കോഡ് നോക്കും. മൾട്ടിപ്ലിക്കേഷൻ്റെ കോഡ് എന്താണ്? 20 ആണല്ലോ. സോ 20 അങ്ങനെ തന്നെ എടുത്ത് എഴുതി വെക്കുക. എന്നിട്ട് ബീറ്റയുടെ അഡ്രസ്സ് നോക്കും. ബീറ്റയുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100C. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഒരു 6 ബിറ്റ് പാറ്റേൺ കിട്ടി. അതായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണെന്ന് പറയുന്നത്? ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? 20100C. ഓക്കെ, ആ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യാം? ആ ഒരു ഇൻസ്ട്രക്ഷനെ അലോങ് വിത്ത് ഇറ്റ്സ് ലൊക്കേഷൻ കൗണ്ടർ ഇൻഫർമേഷൻ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം? അസംബ്ലി ലിസ്റ്റിംഗിൽ പ്ലേസ് ചെയ്യാം. അതിൻ്റെ ഫൈനൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒബ്ജക്റ്റ് കോഡ്. അതെന്താണ്? 20100C. കിട്ടിയില്ലേ? അപ്പോൾ ഈ ഒരു ലൈൻ സെറ്റായി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഇൻസ്ട്രക്ഷനിൽ പോയി നോക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എഴുതുന്ന സമയത്ത് എവിടം വരെ പോകാൻ പാടുള്ളൂ? ഇവിടെ നമുക്ക് 9 ആയതുകൊണ്ട് 3 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനെ നമുക്കിവിടെ ഡീൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, ഇനി നമുക്ക് തേർഡ് എടുക്കാം. തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പ് കോഡ് നമ്മൾ വാല്യൂ നോക്കുക. ഓക്കെ, അല്ല, തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറാണ്. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞില്ലേ? സ്റ്റോറാണ്. സ്റ്റോറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പ് കോഡ് വാല്യൂ എത്രയാണ്? 0C. അത് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഓപ്പറാൻഡ് എന്താണ്? ഇവിടുത്തെ ഗാമ. ഗാമയുടെ അഡ്രസ്സ് എന്താണ്? 100F. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 0C 100F. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് ഫോർ ദാറ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമ്മളത് എഴുതി. ഒബ്ജക്റ്റ് കോഡ് നമുക്ക് കിട്ടി 10C 100F. ഓക്കെ, അത് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ ഇൻസ്ട്രക്ഷൻ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇതിനെയും കൂടെ അറ്റാച്ച് ചെയ്ത് എഴുതുക. തീർന്നില്ലേ? അപ്പോൾ 3 എണ്ണം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ? നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു നോർമൽ നമ്മുടെ ഒരു ഒപ്പോ ടേബിൾ എന്നുള്ളൊരു എൻട്രി അല്ല, അതൊരു സിമ്പിളിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പറാൻഡ് എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 6 ബിറ്റ് പാറ്റേണിൽ എഴുതുക. മനസ്സിലായോ? ഇവിടുത്തെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പോൾ 2നെ നമ്മൾ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള 6 ബിറ്റ് പാറ്റേൺ എഴുതുക. അപ്പോൾ എന്ത് എഴുതി? 4 5 zeros ഫോളോഡ് ബൈ 2. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ ഇതാണ് നമുക്കിനി വരേണ്ടത് ആണല്ലോ. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷനെ പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കണം, നമ്മുടെ കയ്യിലൊരു ലേബലുണ്ട്. ആ ലേബൽ നമ്മൾ വാലിഡ് ആണോ നോക്കണം. ആ ലേബൽ വാലിഡ് ആണോ എന്ന് എവിടെ പോയി നോക്കുന്നത്? സിമ്പിൾ ടേബിൾ പോയി നോക്കി. സിമ്പിൾ ടേബിൾ പോയി നോക്കുമ്പോൾ എന്താണ്? ആൽഫ വന്നിട്ടുണ്ട് ആണല്ലോ. ഓക്കെ, ആൽഫ വന്നിട്ടുണ്ട്. അത് ഓൾറെഡി ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സിമ്പിളാണ് ആണല്ലോ. ഇനി നമുക്കതിൻ്റെ ഓപ്പറാൻഡ് നോക്കണം. ഇവിടുത്തെ ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. അപ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ബിറ്റ് റെപ്രസെൻറ്റേഷനിൽ 2നെ റെപ്രസെൻറ്റ് ചെയ്യുക.
6 ബിറ്റിൽ നമ്മൾ ആരെ റെപ്രസെൻറ്റ് ചെയ്യുക, 2നെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ 5 ബിറ്റ്സ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 002. ഓക്കെ. അപ്പോൾ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് കോഡിനകത്ത് 3 ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി കഴിഞ്ഞു അല്ലേ. 9 ആയിരുന്നു സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് വേണം, 3 എണ്ണം കഴിഞ്ഞു. 3 എണ്ണം കഴിഞ്ഞുകൊണ്ട് നമുക്കിനി എന്ത് ചെയ്യണം, വീണ്ടും ഒരു ടെക്സ്റ്റ് കോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ബിഗിനിങ് അഡ്രസ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ, നമ്മുടെ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഏത് ഇൻസ്ട്രക്ഷനെയാണ് എടുക്കുന്നത്, ആൽഫ എന്നുള്ള ഇൻസ്ട്രക്ഷനെയാണ് എടുക്കുന്നത്. ആ ആൽഫ എന്നുള്ള ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ലൊക്കേഷനിൽ നിന്നാണ്, 1009. അപ്പോൾ എന്ത് ചെയ്തു, 109 എന്നുള്ള ലൊക്കേഷൻ കൊടുത്തു. ചുമ്മാതെ 1009 എഴുതിയാൽ മതിയോ, എത്ര ബിറ്റ്സ് വേണം, 6 ബിറ്റ്സ് വേണം. സോ നമ്മൾ എഴുതി 2 ബിറ്റ്സിനെ നമ്മൾ അറ്റാച്ച് ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇനി എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, 3 എണ്ണം ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചുമ്മാ 3 സൈസ് കൊടുത്തു. 3 എണ്ണത്തിന് വേണ്ടി നമുക്ക് എത്ര സൈസ് വേണം, 6 കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 06 കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഓക്കെ. സോറി, ഇനി എത്ര എണ്ണം ഉള്ളത്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും എന്ത് കൊടുക്കണം, 9 കൊടുക്കണം, 09 കൊടുക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ. അതെന്താ 9 കൊടുക്കാതിരുന്നെന്നുള്ളത് പറഞ്ഞുതരാമേ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആൽഫ കൊടുത്തു. ആൽഫയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 കൊടുത്തു. അപ്പോൾ നമ്മളത് ഓക്കെ ആയില്ലേ. അപ്പോൾ എന്ത് ചെയ്തു, 0002 കൊടുത്തു. ഇനി നമ്മൾ അടുത്ത എന്ത് ചെയ്യാൻ, ഇത് വൺസ് ഇതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം, നമ്മളുടെ അസംബ്ലി ലിസ്റ്റിങ്ങിലേക്ക് പേസ്റ്റ് ചെയ്യാം. സോ അസംബ്ലി ലിസ്റ്റിങ്ങിൽ ഈ കാര്യങ്ങൾ അതേപോലെ തന്നെ കോപ്പി എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫൈനലി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒബ്ജക്റ്റ് കോഡ്, ഓപ്പറാൻഡിൻ്റെ ഒബ്ജക്റ്റ് കോഡ് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാം. ഓക്കെ. സോ അതെന്താണ്, 00002. സോ 00002 അത്രയും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ. ഇനി നമുക്ക് വേണ്ട എന്താണ്, അടുത്ത വേരിയബിൾ, അടുത്ത ലേബൽ ബീറ്റ ഓൾറെഡി വാലിഡ് ആണല്ലോ, ആണ്. സോ അതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഓപ്പറാൻഡ് വാല്യൂ എന്താണ്, 4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 4 എന്നുള്ള വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്തു. എന്താണ്, 4നെ 6 ബിറ്റ് പാറ്റേണിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ അതെന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. എലോങ് വിത്ത് ദിസ് ഒബ്ജക്റ്റ് കോഡ് നമ്മളതിനെ എന്ത് ചെയ്യുക, നമ്മുടെ അസംബ്ലി ലിസ്റ്റിങ്ങിലേക്ക് പ്ലേസ് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ വന്നല്ലോ, ഈ ഒരു ഡേറ്റയും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ലൈൻ അങ്ങനെ തന്നെ വന്നു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ റിസർവ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, റിസർവ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം വിത്ത് ദ സൈസ് 1. അറേയുടെ സൈസാണ് 1. ആ അറേക്കകത്തുള്ള ഡേറ്റ എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഇല്ല. ഇപ്പം ഞാനൊരു റിസർവ് ബൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. റിസർവ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ അറേ ഓഫ് ഹെക്സാഡെസിമൽ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അതിനകത്ത് കൊടുക്കുന്ന വാല്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഇതതിൻ്റെ സൈസ് ഇൻഫർമേഷൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ റിസർവ് വേർഡിനും റിസർവ് ബൈറ്റിനും ഒരിക്കലും എന്ത് കാണത്തില്ല, ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് കാണത്തില്ല, ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറാൻഡിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആര് ജനറേറ്റ് ചെയ്തത്, ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ഓപ്പറേഷൻ പറയുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ വി ആർ നോട്ട് ഡയറക്ട്ലി സ്പെസിഫൈങ് വിച്ച് വാല്യൂ വി ആർ യൂസിങ്. നമ്മൾ ഏത് വാല്യൂ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ഓപ്പറാൻഡ് ഒരിക്കലും ഡിഫൈൻഡ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തില്ല, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഒബ്ജക്റ്റ് കോഡ് കൺസിഡർ ചെയ്യുന്ന പ്രോസസ്സ് അവിടെ വെച്ച് തീർന്നു. നമുക്കിനി വേറെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലല്ലോ, എൻഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എൻഡിനും സ്റ്റാർട്ടിനും നമുക്കറിയാം ഒബ്ജക്റ്റ് കോഡ് വരുന്നില്ല എന്നുള്ളത്. അപ്പം എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ വെച്ച് തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 6 ആയിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 09 കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഒരു സ്പേസ് അവിടെ വേക്കൻ്റായി കിടക്കുന്നുണ്ട്. അതായത് ഒരാൾക്കൂടെ എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു സിംഗിൾ ടെക്സ്റ്റ് കോഡ് എടുത്തിട്ട് നോക്കിക്കേ, 1 2 3 4 5 ഇൻസ്ട്രക്ഷനെ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 15 എണ്ണം വേണം. സോ ഇതിൻ്റെ സൈസ് 15 ആക്കി കൊടുത്തുകൊണ്ട് 15 ആക്കി കൊടുത്തുകൊണ്ട് ഒരു ടെക്സ്റ്റ് കോഡ് മതിയെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇത് ചുമ്മാ 2 ടെക്സ്റ്റ് കോഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്തേക്കുന്നതേ ഉള്ളൂ. കമ്പൾസറി അല്ല. നമുക്ക് പറയാൻ ഒരു ഒബ്ജക്റ്റ് ഫയലിനകത്ത് മൾട്ടിപ്പിൾ ടെക്സ്റ്റ് കോഡ് ക്യാൻ ബി ദെയർ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. മസ്റ്റായിട്ടുണ്ടാണോ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഒറ്റ ടെക്സ്റ്റ് കോഡ് വേണമെങ്കിൽ ഒറ്റ ടെക്സ്റ്റ് കോഡിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനത്തുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണോ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ബിഗിനിങ് പോയിന്റ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ. 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാം, 4 എണ്ണം വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാം. പറ്റത്തില്ലേ. വേണേൽ ഓരോ ഇൻസ്ട്രക്ഷനും നമുക്ക് വേണേൽ ഒറ്റ ടെക്സ്റ്റ് കോഡാക്കി കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ എന്ത് ചെയ്തു, കഴിഞ്ഞിട്ടില്ല നമ്മൾ. ഇനി എന്താ ഉള്ളത്, ഒരു എൻഡ്, അതായത് നമ്മൾ റിസർവ് വേർഡ് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി എഴുതുക. പക്ഷേ അവിടെ എന്ത് കാണത്തില്ല, ഒബ്ജക്റ്റ് കോഡ് കാണത്തില്ല അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം. എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എൻ റെക്കോർഡ് ജനറേറ്റ് ചെയ്യണം. എൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എന്നുള്ള ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ ഫോളോ ചെയ്ത് എൻ റെക്കോർഡിൽ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് അല്ലേ. അതായത് 100 അതിനെ നമ്മൾ എന്ത് ചെയ്തു, 6 ബിറ്റ്സിലോട്ട് മാറ്റി. സോ 2 zeros അറ്റാച്ച് ചെയ്തുകൊണ്ട് ഈ 00 4 zeros കൊടുത്തു. അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി, എൻ റെക്കോർഡ് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻഡ് എന്നുള്ള ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ അതേപോലെ തന്നെ എന്ത് ചെയ്തു, കോപ്പി ചെയ്ത് ഇവിടെ കൊടുത്തു. അപ്പോൾ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനകത്ത് എൻട്രി ഇല്ലാത്തത് ആർക്ക് മാത്രമാണ്, റിസർവ് വേർഡിനും റിസർവ് ബൈറ്റിനുമാണ്. അത് ഓർത്തിരിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാസ് 2ൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാസ് 2ൻ്റെ പഠിക്കാനുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കൊരു അൽഗോരിതമാക്കി മാറ്റാം. അപ്പോൾ അൽഗോരിതമാക്കി മാറ്റുന്ന സമയത്ത്
നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്, സ്റ്റാർട്ടാണ് നമ്മുടെ ഓപ്പ് കോഡിൽ വന്നേക്കുന്നതെങ്കിൽ നമ്മുടെ അസംബ്ലി ലിസ്റ്റിങ്ങിലേക്ക് നമുക്കതിനെ ഒന്നും നോക്കാണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നെക്സ്റ്റ് ഇൻപുട്ട് ലൈന് നമ്മൾ റീഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മുടെ ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാം ക്രിയേറ്റീവാണ്. ഒബ്ജക്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹെഡർ കോഡ് ടു ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റ് അപ്പ് ചെയ്തു. എന്നിട്ട് ഇനിഷ്യലൈസ് ദ ഫസ്റ്റ് ടെക്സ്റ്റ് കോഡ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് കോഡിനെ റൈറ്റ് അപ്പ് ചെയ്യണം. ഓക്കെ, ടെക്സ്റ്റ് കോഡിന് റൈറ്റ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഹെഡർ കോഡ് ഫോർമുലേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ നമ്മൾ എഴുതണം, അതിൻ്റെ എല്ലാ എൻട്രീസും. ഓക്കെ, ഓപ്പ് കോഡിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എപ്പോഴാണോ നമ്മൾ എൻഡ് കാണുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഓപ്പ് കോഡ് അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ ജനറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സെർച്ച് ഒ പി ടാബ് ഫോർ ഓപ്പ് കോഡ്. നമ്മളറിയാം, ഒരു ഓപ്പ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ഓപ്പറേഷൻ കോഡ് ടേബിളിൽ നോക്കും. അത് ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് ദർ ഈസ് എ സിമ്പിൾ ഇൻ ദിസ് ഫീൽഡ്, അതായത് അതിനനുസരിച്ചൊരു ഫീൽഡിൽ ഒരു ഓപ്പറാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ചെക്ക് ചെയ്യണം. സിമ്പിൾ വേണമെങ്കിൽ നമ്മൾ എവിടെ പോയി നോക്കണം, സിമ്പിൾ ടേബിളിൽ നോക്കണം. സിമ്പിൾ ടേബിൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോർ സിമ്പിൾ വാല്യൂ ആസ് ഓപ്പറാൻഡ് അഡ്രസ്സ്. അപ്പം ആ സിമ്പിളിൻ്റെ വാല്യൂവിനെ, സിമ്പിളിൻ്റെ ഓപ്പറാൻഡിൻ്റെ അഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് ചെയ്യണം. അല്ല നമുക്ക് ഒരു സിമ്പിൾ അവിടെ ഇല്ല എങ്കിൽ അതെന്താണ്, ഒരു എറർ ഫ്ലാഗ് നമ്മൾ സെറ്റ് ചെയ്യണം. ആ ഒരു സിമ്പിൾ അവിടെ ഇല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുന്നൊരു സിമ്പിൾ ടേബിളിനകത്ത് ഫസ്റ്റ് എൻട്രി അല്ല എങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഓപ്പറാൻഡിൻ്റെ വാല്യൂ നമ്മൾ അതാക്കി കൊടുക്കുക, 0 ആക്കി കൊടുക്കുക. എന്താക്കി കൊടുക്കുക, 0 ആക്കി കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അസംബിൾ ദ ഒബ്ജക്റ്റ് കോഡ് ഇൻസ്ട്രക്ഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പോൾ നോക്കിക്കേ, LDA ആൽഫ ആയിരുന്നു നമ്മൾ കണ്ട ഇൻസ്ട്രക്ഷൻ അല്ലേ. അപ്പോൾ LDA ആൽഫയിൽ ഈ ഒരു ഓപ്പ് കോഡ് ടേബിൾ ഉണ്ടോ നോക്കണം. എന്നിട്ട് നമ്മൾ സിമ്പിളിനെ പോയി നോക്കണം. ഇതിന് ആൽഫയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് സിമ്പിൾ ടേബിളിൽ നിന്നാണ്. ആ സിമ്പിൾ ടേബിളിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫയുടെ അഡ്രസ് വാല്യൂ ആണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത് അല്ലേ. ആ അഡ്രസ് വാല്യൂ ഇൻ കേസ് എൻട്രി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് 0 ആക്കി കൊടുക്കുക. അഡ്രസ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്രസ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ദെൻ സപ്പോസ് നമ്മൾ സിമ്പിൾ ടേബിളിൽ പോയി നോക്കുന്ന സമയത്ത് ആൽഫ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എറർ ഫ്ലാഗ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, സിമ്പിൾ ടേബിളോട്ടുള്ള ഡീലിങ്സ് അതാണ്. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓപ്പ് കോഡ് നമ്മുടെ ഓപ്പറാൻഡ് പേരിനനുസരിച്ചിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ നോക്കുകയാണെങ്കിൽ 001009 ആയിരുന്നെന്ന് തോന്നുന്നു. ഇതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് അല്ലേ. ഇതേപോലെ നമ്മൾ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. ഇനി ഒരു ഓപ്പ് കോഡ് ബൈറ്റോ വേർഡോ ആണെങ്കിൽ, അതായത് നമ്മൾ നോക്കുമ്പോഴേക്കും ഓപ്പ് കോഡ് ബൈറ്റോ വേർഡോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മെമ്മറി ഒരു വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ അഡ്രസ് ഇൻഫർമേഷൻ എടുത്തത്. ഇപ്പം നമ്മൾ വേറൊരെണ്ണം കണ്ടത് എന്താണ്, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പോൾ ബൈറ്റിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ ആൽഫ ബൈറ്റ് 2 എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്, നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അഡ്രസ്സിൽ പോയി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടുത്തെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ 6-bit പാറ്റേണിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പം ഈ ഓപ്പ് കോഡ് ഈക്വൽ ടു ബൈറ്റ് ഓർ വേർഡ് ആണെങ്കിൽ കൺവേർട്ട് കോൺസ്റ്റൻറ്റ് ടു ഒബ്ജക്റ്റ് കോഡ്. അപ്പം ഈ 2നെ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. ദെൻ ഇഫ് ഒബ്ജക്റ്റ് കോഡ് വിൽ നോട്ട് ഫിറ്റ് ഇൻ ടു ദ കറണ്ട് ടെക്സ്റ്റ് കോഡ്, അതായത് ഒബ്ജക്റ്റ് നമ്മളിപ്പം ഓരോ ഇൻസ്ട്രക്ഷൻസും എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, വി ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ടെക്സ്റ്റ് കോഡ്. എന്താണ് മൾട്ടിപ്പിൾ ടെക്സ്റ്റ് കോഡ്സ് അല്ലേ. അപ്പോൾ ഒരു ഫീൽഡിനകത്ത് അല്ലെങ്കിൽ ഒരു സെറ്റിനകത്ത് നമ്മുടെ ടെക്സ്റ്റ് കോഡ് ഫിറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് കോഡ് വിൽ നോട്ട് ഫിറ്റ് ഇൻ ടു ദ കറണ്ട് ടെക്സ്റ്റ് കോഡ്, ദെൻ നമ്മൾ പുതിയൊരു ടെക്സ്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യണം. റൈറ്റ് ദ ടെക്സ്റ്റ് കോഡ് ടു ഒബ്ജക്റ്റ് പ്രോഗ്രാം, ഇനിഷ്യലൈസ് ന്യൂ ടെക്സ്റ്റ് കോഡ്. ഒബ്ജക്റ്റ് പ്രോഗ്രാമിനകത്തോട്ട് നമ്മൾ ആ ടെക്സ്റ്റ് കോഡിനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു ടെക്സ്റ്റ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇനിഷ്യലൈസ് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ഒബ്ജക്റ്റ് കോഡ് ടു ദ ടെക്സ്റ്റ് കോഡ്. നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് കോഡിനെ ടെക്സ്റ്റ് കോഡിലേക്ക് ആഡ് ചെയ്യുക. റൈറ്റ് ദ ലൈൻ ഇൻ ടു അസംബ്ലി ലിസ്റ്റിംഗ് അലോങ് വിത്ത് ഒബ്ജക്റ്റ് കോഡ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അസംബ്ലി ലിസ്റ്റിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അസംബ്ലർ നമ്മളെ ഫസ്റ്റ് ഫേസിൽ കിട്ടിയ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതും അലോങ് വിത്ത് ദിസ് ഒബ്ജക്റ്റ് കോഡ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ റൈറ്റ് അപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത നെക്സ്റ്റ് ഇൻപുട്ട് ലൈൻ നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ ഓരോ വേർഡിങ്സ് ആയിട്ട് എഴുതിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് ഉള്ള, അതായത് എൻഡ് പോർഷനാണ്. റൈറ്റ് ദ ലാസ്റ്റ് ടെക്സ്റ്റ് കോഡ് ടു ഒബ്ജക്റ്റ് പ്രോഗ്രാം, റൈറ്റ് എൻഡ് കോഡ് ടു ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം, ദെൻ റൈറ്റ് ലാസ്റ്റ് ലിസ്റ്റിംഗ് ലൈൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് റെക്കോർഡിനെ നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിലേക്ക് എഴുതണം. എൻട്രോ കോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എൻട്രോ കോഡ് കറസ്പോണ്ടിങ്, അതായത് ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതത്തില്ലേ, E10000100 എൻട്രോ കോഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻഡിൻ്റെ അസംബ്ലി ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ലൈന് അങ്ങനെ തന്നെ എന്ത് എഴുതുക, അസംബ്ലി ലിസ്റ്റിങ്ങിലേക്ക് എഴുതി ചേർക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത്, നമ്മളുടെ നോർമലി ഉള്ള പാസ്-2ൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു ഓപ്പറാൻഡായിട്ട് ഒരു വേരിയബിൾ വരുവാണെങ്കിൽ അതിൻ്റെ അഡ്രസ്സും എടുക്കണം. ഓപ്പറാൻഡായിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു 6-bit പാറ്റേണിൽ എഴുതിയിട്ട് അതായിരിക്കും ഒബ്ജക്റ്റ് കോഡായി മാറുക. ആ ഒബ്ജക്റ്റ് കോഡിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മളുടെ അസംബ്ലി ലിസ്റ്റിങ്ങിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ആ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. പിന്നെ ഫൈനൽ സെഷനിൽ നമ്മൾ ലാസ്റ്റ് റെക്കോർഡും ലാസ്റ്റ് ഇൻസ്ട്രക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എൻട്രി കോഡിനെ ഫില്ല് ചെയ്യുക. അതിനുശേഷം ആ എൻട്രി കോഡ് ഇൻഫർമേഷൻ നമ്മുടെ അസംബ്ലി ലിസ്റ്റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഓക്കെ,
എപ്പോഴും ഒബ്ജക്റ്റ് കോഡ് എഴുതിയിട്ടായിരിക്കും നമ്മൾ എന്തിലോട്ട് പോകുന്നത്, അസംബ്ലി ലിസ്റ്റിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് ഒബ്ജക്റ്റ് കോഡ് എഴുതിയിട്ടായിരിക്കും ഒബ്ജക്റ്റ് പ്രോഗ്രാം ഈ കോഡ്സ് ആയിരിക്കും നമ്മൾ എങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യേണ്ടത്, അസംബ്ലി ലിസ്റ്റിങ്ങിലേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഒബ്ജക്റ്റ് കോഡ് നമ്മൾ സെറ്റ് ചെയ്യും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അസംബ്ലി ലിസ്റ്റിങ്ങിലേക്ക് പോകും. ഓക്കെ, സിമ്പിളാണ്, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാൻ. നമുക്ക് എസ് ആയിട്ട് ചോദിച്ച് എപ്പോഴും നമുക്ക് ഈ ഒരു 2 ടോപ്പിക്സ് ടച്ച് ചെയ്യാത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഇല്ലെന്ന് തന്നെ പറയാം. ഉറപ്പായിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ.